ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അസൈൻമെൻറ്റ് എല്ലാവരും നാളെ തന്നെ വയ്ക്കണം കേട്ടോ. ഇന്ന് നമ്മളൊരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് 3x3 സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാം അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഞാൻ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള ഒരു എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 3 - 2 -3 0 -5 2 5 0. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മളിവിടെ റോ ട്രാൻസ്ഫർമേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എലിമെന്ററി റോ ട്രാൻസ്ഫർമേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മെത്തേഡ് എന്താണ്? A = I × A എന്ന് എഴുതണം. ഇതാണ് റൂള്. A = I × A. A എന്ന മെട്രിക്സ് A 1 3 -2 -3 0 -5 2 5 0 ഈക്വൽസ് I. ഇവിടെ തേർഡ് ഓർഡർ ആണ്. അപ്പോൾ തേർഡ് ഓർഡർ ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 0 1 0 0 0 1 ഇൻറ്റു A. ഓക്കെ, ഇതാണ് മെട്രിക്സ്. ഇനി ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ലെഫ്റ്റ് സൈഡ് I ആക്കി മാറ്റുക. ഇത് I ആക്കി മാറ്റുക. അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ വരും. വേറൊന്നുമില്ല. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ച് ഇവിടെ വരും. എക്ക് ചേഞ്ച് ഒന്നുമില്ല. അവസാനം ഇതിനെ നമ്മൾ ഓർമ്മയില്ലേ, I = B × A എന്ന ഫോമിലേക്ക് കൊണ്ടുവരും. ലെഫ്റ്റ് സൈഡ് I ആവും. B മെട്രിക്സ് മാറിയിട്ട് B എന്നൊരു മെട്രിക്സ് ആവും. ഇതായിരിക്കും ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആക്കണം. 1 അല്ലെങ്കിൽ 1 ആക്കണം. ഇവിടെ 1 ആണ്, പ്രത്യേകിച്ചും ചെയ്യില്ല. പിന്നെ ചെയ്യുന്നത് അതിന്റെ താഴെയുള്ള എലമെന്റ്സ് ഒക്കെ 0 ആണ്. ഈ 1ന്റെ താഴെയുള്ള എലമെന്റ്സ് ഒക്കെ 0. ഇതുണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് അങ്ങനെയല്ലേ, 1ന്റെ താഴേക്ക് 0. അപ്പൊ ഇത് 0 വളരെ എളുപ്പമാണ്. നോക്കിയേ, ഇത് 0 ആണെങ്കിൽ ഇതിനൊരു 3 കൊണ്ട് വിളിച്ചിട്ട് തമ്മിൽ ആഡ് ചെയ്യാൻ മതി. അപ്പൊ ചേഞ്ച് ചെയ്യാൻ എഴുതാണ് R2 gives R2 + 3R1. അപ്പൊ ഇത് 0. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിലൂടെ ആഡ് ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ 0 മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. റൈറ്റ്, ഇത് 0 ആണ്. ഇതേപോലെ എന്ന് പറഞ്ഞു നോക്കി, ഇതെങ്ങനെ 0 ആക്കാം? ഇതിനെ 2 കൊണ്ട് വിളിച്ചിട്ട് കൂട്ടെല്ലാം കുറയ്ക്കണം. അപ്പോൾ R3 gives R3 - 2R. ഈ ചേഞ്ച് നമുക്ക് ഇവിടെ വരുത്താം. മെട്രിക്സ് ഫസ്റ്റ് റോ ചേഞ്ച് ഇല്ല. 1 3 - 2 1 3 - 2. സെക്കൻഡ് റോ 3R1. ഫസ്റ്റ് റോയിനെ കണ്ടോ, R2 3R. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ -3 + 3 0 ആയി. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 0 + 9 9. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 -5 -6 -11. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? R3 - 2R1. 2R1 മൈനസ് ചെയ്യണം. ഇതിനെ 2 കൊണ്ട് വിളിച്ചോട്ടാ, എന്നിട്ട് ഇതിൽ നിന്ന് കുറക്കാം. അപ്പോൾ ഇത് രണ്ടുപേരും 2 - 2 0 ആയി. ഇതിനെ 2 കൊണ്ട് വിളിക്കുമ്പോൾ 6 ആണ്. 5 - 6 -1. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ -4 ആണ്. 0 - 4 + 4. ഓക്കെ, ഈക്വൽസ്. ഇതേ ചേഞ്ച് റൈറ്റ് സൈഡിൽ നടത്തണം. ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല. 1 0 0. സെക്കൻഡ് റോ മാറണം. എന്താണ്? R2 + 3R. ഈ റോയിനെ 3 കൊണ്ട് വിളിച്ച് ഇതിലൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് 3 കൊണ്ട് വിളിക്കുമ്പോൾ ഇത് 3 ആണ്. അപ്പോൾ 0 + 3 വരും. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെയാണ്. 1 + 0. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. ഇനിയോ R3 gives R3 - 2R1. R3 ൽ നിന്ന് 2R1 മൈനസ് ചെയ്യണം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 0 - 2 -2. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 - 0 0. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 1 - 0 1. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആക്കുക. ആ കോളത്തിലെ ബാക്കി എലമെന്റ്സ് ഒക്കെ 0 ആക്കുക. ഇനിയുള്ള റൂള്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 1 ആണ്. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് നോക്കി, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 1 ആണ്, ബാക്കിയൊക്കെ 0. ഇത് 1 ആക്കാനായിട്ട് നമുക്കിവിടെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, ഇതിന് മൊത്തം 9 കൊണ്ട് ഹരിച്ചാൽ മതിയല്ല. ഇത് 0, ഇതല്ലേ, ഇതെന്തൊരു 1. ഇവിടെ -11/9 വരും. അപ്പോൾ ഒരു വലിയ ഫ്രാക്ഷനോടെ വരും. അത് ഒഴിവാക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാകും. നോക്കിയേ, ഇത് 1 ആക്കാനായിട്ട് ഇതിനെ നമുക്കൊരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1നെ 8 കൊണ്ട് വിളിക്കുമ്പോൾ -8 9 -8 ഇത് 1 ആവില്ലേ? അതിലെ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ നോക്കി, ആ ചേഞ്ച് ഇതാണ്. R2 gives R2ന്റെ കൂടെ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 8R3 ഉണ്ടാവും. ഓക്കെ, നോക്കാം. ദാറ്റ് ഈസ് മെട്രിക്സ്. ഫസ്റ്റ് റോ ചേഞ്ച് ഒന്നുമില്ല. 1 3 - 2. ഓക്കെ, സെക്കൻഡ് റോയിൽ ചേഞ്ച് ഉണ്ടോ? സെക്കൻഡ് റോ ആണ് ചേഞ്ച് ചെയ്യുന്നത്. R2 + 8R3. ഇത് 0 തന്നെയാണ്. ഇതിന് 8 കൊണ്ട് വിളിക്കുമ്പോൾ -8 9 + -8 1. ഇതിന് 8 കൊണ്ട് വിളിക്കുമ്പോൾ 32 -11 ഇവിടെ എഴുതി നോക്കാം. -11 32 21. ഇവിടെ 21. തേർഡ് റോ 0 -1 4 ഉണ്ടോ? ഈക്വൽസ്. ഇതേ ചേഞ്ച് റൈറ്റ് സൈഡിൽ നടത്തണം. അത് മാറിപ്പോരുത്, മറന്നു പോകാൻ പാടില്ല. നോക്കിയേ,
R1 ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഒന്നുമില്ല 100. സെക്കൻഡ് റോ ആണ് മാറ്റിയത് R2 8 R3 ആഡ് ചെയ്യണം. ഇതാണ് R3. ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ നോക്കിയേ 8 × -2 -14 -16 3 -13. ഇതിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. 1 + 0 1. ഇതിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും. 0 + 8 8. തേർഡ് റോയിൽ ചേഞ്ച് ഇല്ല. -2 0 1 ഉണ്ടോ ഇതുവരെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആയി, റിമൈനിങ് എലമെന്റ്സ് 0 ആയി. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 1 ആയി. ഇനി അതിന്റെ മുകളിൽ താഴെ 0 ആക്കാം. 1 ആക്കി കഴിഞ്ഞാൽ 0 ആക്കാൻ എളുപ്പമാണ്. നോക്കിയേ ഇത് 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആഡ് ചെയ്യാം. ഇത് 0 ആക്കാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്താണ് R1 gives R1 plus R1. ഇത് 0 ആണെങ്കിൽ R1 plus R1 ഇതാണ് 0 ആവേണ്ടത്. R1 minus 3R2 3R2. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. 3 - 3 0. ഇനി ഇത് 0 ആയിട്ട് ഇതിൽ ആഡ് ചെയ്യണം. R3 gives R3 plus R2. ഈ രണ്ട് ചേഞ്ച് ആണ് ഇനി വരുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യാൻ വേണം മെട്രിക്സ്. ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യണം. എന്താണ് ചേഞ്ച്? 3R2 കുറയ്ക്കണം. ഇതിൽ നിന്ന് 3R2 കുറയ്ക്കണം. സെക്കൻഡ് റോയിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന് കുറയ്ക്കാം. ഇത് 0 തന്നെയാണ്. 1 - 0 1. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. 3 - 3 ഇവിടെ 0 വരും. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 63. -2 -61 -65 വരും. -65. സെക്കൻഡ് റോ അത് തന്നെ 0 1 21 മാറ്റമൊന്നുമില്ല. ഇനി തേർഡ് റോ. എന്താണ് തേർഡ് റോ? R3 plus R2. ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ഇതമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 -1 + 1 0 ആയി. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 25 ഉണ്ടോ? 1ന്റെ മുകളിൽ താഴെ 0 ആയില്ലേ? ഇതേ ഓപ്പറേഷൻസ് നമുക്ക് റൈറ്റ് സൈഡിലും വരുത്തണം. ഇൻറ്റു ചെയ്യുന്നതാണ്. ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യണം. എന്താണ്? R1 - 3R2. R1 നിന്ന് 3R2 കുറയ്ക്കണം. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരും -39. 1 - -39 1 + 39 40 എന്ന് വരും. 40. 0 മൈനസ് ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 കൊണ്ട് കണ്ടോ? ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 ആണ്. എന്നിട്ട് കുറയ്ക്കണം. 0 - 3. ഇവിടെ -3 വന്നു. 0 - 3 വന്നു. ഇനി ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 24. 0 -24. ഓക്കെ, ഇനി സെക്കൻഡ് റോയിൽ ചേഞ്ച് ഇല്ല. -13 1 8 അത് തന്നെ എഴുതി. -13 1 8 എഴുതി. ഇനി തേർഡ് റോ R3 plus R2 ഇതുവരെ ആഡ് ചെയ്യാം. -13 -2 -15 ആയി. 0 + 1 ഇവിടെ 1 ആയി. 1 + 8 9 ആയി. 9 അതുവരെ. അപ്പോൾ 1ന്റെ മുകളിൽ താഴെ 0 ആയി. ഇനി തേർഡ് റോയിലെ തേർഡ് എലിമെന്റ് 1 ആക്കണം. ഈ എലിമെന്റ് 1 ആക്കാൻ ഏറ്റവും എളുപ്പവഴി 25 കൊണ്ട് ഇരിക്കുക. R3 gives 1/25 R3. 25 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ 1/25 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ തന്നെ എഴുതുന്നു. നോക്കി 1 0 -65. സെക്കൻഡ് റോ അതേപോലെ തന്നെ എഴുതുന്നു. 0 1 21. ഇതിന് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 0 1. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/25 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതേ ചേഞ്ച് നമുക്ക് റൈറ്റ് സൈഡിൽ വരുത്താം. ഫസ്റ്റ് റോയിൽ മാറ്റമില്ല. 40 -3 -24 -24 ഇവിടെ ഉണ്ട്. സെക്കൻഡ് റോയിൽ മാറ്റമുണ്ടോ? ഇല്ല. സെക്കൻഡ് റോ തന്നെ -13 1 8. തേർഡ് റോ ചേഞ്ച് ചെയ്ത് എന്താണ്? 25 കൊണ്ട് ഹരിക്കണം. ഇതിന് 25 കൊണ്ട് ഹരിക്കണം. ഇതാ -15നെ 25 കൊണ്ട് ഹരിച്ചാൽ 5 കൊണ്ട് വഴി -3/5 ഓക്കെ അല്ലേ? ഇതിന് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/25. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 9/25. ഇത് എല്ലാത്തിനും 25 കൊണ്ട് ഹരിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രം -3/5. ഇത് 1/25 9/25. ഓക്കെ, ഇപ്പോൾ തേർഡ് റോയിലെ തേർഡ് എലിമെന്റ് 1 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് രണ്ടും 0 ആക്കണം കേട്ടോ. ഇത് 0 ആയി. R1 gives നോക്കി എന്താ ചെയ്യുന്നത്? ഇത് 0 ആയി. ഇതിനൊരു 65 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ R1 + 65 R3 ഉണ്ടോ? ഇതിനെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 65 ആയി. ഇതിൻ്റെ കൂട്ടുമ്പോൾ 0 ആയി. ഇനി ഇത് 0 ആയാൽ ഇതിന് 21 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് R2 gives R2 - 21 R3. ഇതാണ് ചേഞ്ച്. അത് ചേഞ്ചോട് വരുത്താൻ പോയാണ്. ദാറ്റ് ഈസ് അപ്പോൾ ഇതിനെ 65 കൊണ്ട് ഗുണിച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയിക്കോളും. അപ്പോൾ അത് 1 0 0 എന്നായി. ഇവിടെ 0 1 21 കൊണ്ട് മൾട്ടിപ്ലൈ കുറയ്ക്കുന്നത് 0 ആയി. 0 0 1 പറഞ്ഞു മനസ്സിലായില്ലേ? R1 ന്റെ കൂടെ 65 R3. ഇത് 0 ആണ്. അപ്പോൾ 1 + 0
0 1 തന്നെ, ഇത് ആഡ് ചെയ്യുമ്പോൾ 0 തന്നെ, ഇതിനെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോട് കൂട്ടുമ്പോൾ അത് 0 ആയി. ഇനി സെക്കൻഡ് റോ പറയുന്നത് ഇതിനെ 21 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിൽ നിന്ന് കുറക്കണം. അപ്പോൾ ഇത് 0 തന്നെ, 21 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 ആണ്. അപ്പോൾ 1 - 0 1 തന്നെ, 21 ഇതിന് 21 കൊണ്ട് ഗുണിക്കുമ്പോൾ 21 ആണ്, 21 - 21 0. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഐ ആയിട്ടോ, നമ്മുടെ ആൻസർ ആയി. റൈറ്റ് സൈഡാണ് ആൻസർ. അതും കൂടി കഴിഞ്ഞാൽ തീർന്നു. ഇതാ ഈ സ്റ്റെപ്പ് ഐ ആയി. ഇവിടെ ഇത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ഇവിടെ കൂടി നടത്തിയാൽ മതി. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇല്ലാത്തതിന് R3 തേർഡ് റോയിൽ ചേഞ്ച് ഇല്ല. -3/5 1/25 പിന്നെ 9/25 ഇതിന് ചേഞ്ച് ഇല്ല. അത് ഞാൻ ആദ്യം എഴുതി. ഫസ്റ്റ് റോ എങ്ങനെയാണ്? R1 + 65 R3. ഇതിന്റെ കൂടെ ഇതിനെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യണം. അത് നമുക്കൊന്ന് എഴുതി നോക്കാം, തെറ്റാതിരിക്കാനായിട്ട്. സൈഡിൽ എഴുതി നോക്കാം. എന്താണ്? R1ന്റെ കൂടെ 65 R3, 40ന്റെ കൂടെ 65 × R3, ഇവിടെ -3/5 ദാറ്റ് ഈസ് എത്ര വരും? 40. ഈ 5 65 13 പ്രാവശ്യം -39. ഈ 5 65 13 പ്രാവശ്യം 13 × -1 -39. 40 - 39 180. ഇനി 65 R3 ആണ്. എന്താണ് ചെയ്യുന്നത്? R1 gives R1 + 65 R3. അപ്പൊ ഇതിനെ R3യെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പൊ അടുത്ത സെറ്റ് -3ന്റെ കൂടെ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 65. 65 × 1/25 ഉണ്ടോ? ഈ റോയിനെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ -3ന്റെ കൂടെ ഇതിനെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ഇതിന് 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 65 × 1/25. ഇവിടെയും നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കി, 65 ൽ 5 13 പ്രാവശ്യം, ഇത് 5 പ്രാവശ്യം. അപ്പൊ എന്തോന്നു? -3 + 13/5 എന്ന് വരും. -3 + 13/5 എൽസി എടുക്കുമ്പോൾ -15 ും 13 -2/5. ഇവിടെ കിട്ടുന്നത് -2/5. -2/5. ഇനി അടുത്ത എലമെന്റ് റൂൾ എന്താണ്? R1 + 65 R3. R1ന്റെ കൂടെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ R1 ഇവിടെ എത്രയാണ്? -24ന്റെ കൂടെ അടുത്തിട്ട് അത് മാത്രമാണ് ഇത്തിരി വലിയ നമ്പേഴ്സ് വരുന്നത് കേട്ടോ. -24ന്റെ കൂടെ 65 R3. ഇതിനെ 65 കൊണ്ട് ഗുണിക്കണം. 65 × 9/25. സിംപ്ലിഫൈ ചെയ്യാം. -24 നേരത്തെ പറഞ്ഞ പോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 13 × 9/, ഇതിൽ 5 പ്രാവശ്യം അല്ലെ? ഇനി വീണ്ടും അടിച്ചെടുക്കുമ്പോൾ 5 × 24 -24 -120 ഇത് എത്ര വരും? 117/5. 13 × 9 9 × 27 ബാലൻസ് 2 9 × 9 = 11. അപ്പം -120 117 -3/5. ഇത് നിങ്ങൾ എഴുതി തന്നെ നോക്കണം കേട്ടോ. -3/5. അപ്പോൾ ഫസ്റ്റ് റോ ഓക്കെ. ഇനി സെക്കൻഡ് റോ എഴുതാം. സെക്കൻഡ് റോ എങ്ങനെയാണ്? R2ൽ നിന്ന് 21 R3 കുറയ്ക്കണം. അത് ഇവിടെ ഓരോന്നായിട്ട് എഴുതാം നമുക്ക്. എന്താണ്? R2 gives R2 - 21 R3. അപ്പം R2 ഇതാണ് R2. ഇതാണ് R2. -13ൽ നിന്ന് എന്ത് കുറക്കണം? 21 R3 21 R3 കുറയ്ക്കണം. അപ്പൊ പ്ലസ് ആവും. 21 × 3/5. എൽസി എടുക്കുമ്പോൾ ഇത് -65 പ്ലസ് 3 × 21 63/5 ആഡ് ചെയ്യുമ്പോൾ -2/5. ഇത് -2/5. ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് R2 - 21 R3. അപ്പൊ ഇതിൽ നിന്ന് ഒന്നിൽ നിന്ന് എന്താണ് കുറക്കുന്നത്? 21 R3. 21 × 1/25. 21 × 1/25 ഇതാണ് R3. അപ്പൊ ഇവിടെ എന്ത് വരും? എൽസി എടുക്കുമ്പോൾ 25 - 21/25 4/25. 4/25 ഒരു എലിമെന്റ് കൂടിയുണ്ട്. എന്താണ് റൂൾ? ഇവിടെ R2ൽ നിന്ന് 21 R3 കുറയ്ക്കണം. അപ്പൊ R2 ഇതാണ്. 8ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇവിടെ നമുക്ക് എഴുതാം. 8 - 8ൽ നിന്ന് 21 R3 ആണ് കുറയ്ക്കേണ്ടത്. 21 R3 21 × 9/25 കുറക്കണം. 21 × 9/25 എൽസി എടുക്കുമ്പോൾ ഇത് 8 × 25 200 -9 189/25 എത്ര വരും? 200 ൽ നിന്ന് 189 11/25. 11/25. I = B × A എന്ന ഫോമില. I = B × A. B ആണ് എയുടെ ഇൻവേഴ്സ്. A ഇൻവേഴ്സ് എന്താണ്? ഈ മെട്രിക്സ് ആണ് A ഇൻവേഴ്സ്. ഇതാണ് A ഇൻവേഴ്സ്. ഇത്തിരി അധികം എഴുതാനുണ്ട്, കാരണം തേർഡ് ഓർഡർ ആണ്.
നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പും ഇങ്ങനെ എഴുതി നോക്കണം. ഈ പ്രോബ്ലം 2 പ്രാവശ്യം എഴുതി നോക്കണം. സെക്കൻഡ് ഓർഡർ വളരെ പെട്ടെന്ന് കിട്ടും. തേർഡ് ഓർഡർ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. സാധാരണ ചോദിക്കുന്ന സെക്കൻഡ് ഓർഡർ ആണ്, പക്ഷെ തേർഡ് ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, റൈറ്റ്.